Okay, thank you, Dr. Dhanesh. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1610 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്ന ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ്. ഈ ഡോക്ടർ ഇന്ന് അതിഥിയായി എത്തുന്ന ഈ സെഷനിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലിനെ നേരത്തെ എനിക്കറിയാം. പല ക്ലാസ്സുകൾ ഡോക്ടർ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ ഡോക്ടറോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ തിരുവനന്തപുരം ജില്ലയിലെ പാലിയേറ്റീവ് കെയർ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ലീഡിംഗ് ഡോക്ടറാണ്. വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം ജില്ലയിൽ പാലിയേറ്റീവ് കെയർ ആരംഭിച്ചിരുന്നു. വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടക്കുന്നുണ്ട്. അവിടുത്തെ അനുഭവങ്ങളും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കാനാണ് ഡോക്ടർ ഇന്ന് എത്തിയിട്ടുള്ളത്. ഡോക്ടർ വളരെ ഒരു ആരാധനയോടെ ഞാനും കാണുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഒരുപാട് ഇന്റർനാഷണൽ പേപ്പർ പ്രസന്റേഷനൊക്കെ നടത്തുന്ന ഡോക്ടറാണ്. വളരെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പല ഇന്റർനാഷണൽ സ്കോളേഴ്സിന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. താങ്ക് യു മാഡം. വളരെ സന്തോഷം വീണ്ടും എല്ലാവരുടെയും ഒപ്പം ഒരു സെഷൻ പങ്കെടുക്കാനുള്ള ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയട്ടെ. അപ്പം ശരിക്കും പാലിയേറ്റീവിന്റെ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ലൊരു അവസരമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം ഞാൻ ആ ഒരു നന്ദി പറയുന്നതിന്റെ ഒപ്പം ഞാൻ ഈ സെഷൻ സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. കാണാമോ മാഡം? വന്നില്ലല്ലോ. ഇപ്പൊ വന്നോ? ഇല്ല, വന്നു കേട്ടോ. വന്നു. ഇത് രണ്ട് മൂവ് ചെയ്യുന്നുണ്ടോ? പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റി, ഇൻട്രൊഡക്ഷൻ ടു പാലിയേറ്റീവ് കെയർ വന്നോ? വന്നു. ഓക്കെ. അപ്പോ ഈ ഒരു 1 അവറിനകത്ത് ഞാൻ പാലിയേറ്റീവ് കെയറിന്റെ അപ്പൊ നമ്മളിപ്പോ കിഴക്കേക്കോട്ട ആശുപത്രിയില് 14 ജില്ലാ ആശുപത്രികളില് ഹോമിയോപ്പതി വകുപ്പ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന്റെ ഭാഗമായി നമ്മുടെ ഒരു സ്പെഷ്യൽ OP തിരുവനന്തപുരം ജില്ലയില് കിഴക്കേക്കോട്ട ആശുപത്രിയിലാണ് നടത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തനം ഇതുവരെ 2016-17 കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്ത് തരം കേസസ് ആണ് കാണുന്നത്, നമ്മൾ എന്താണ് ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പ്, ആ രീതിയിൽ പിന്നെ നമുക്ക് ഇതിന്റെ ഒരു റിസർച്ചിന്റെ ഒരു ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ടുന്നത് തീർച്ചയായിട്ടും എപ്പോ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു സ്ലൈഡ് ഷോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഇപ്പൊ പുതിയതായിട്ട് കയറിയ ആർക്കെങ്കിലും പ്രയോജനപ്രദമാകുമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു കേരള സർക്കാരിന്റെ പാലിയേറ്റീവ് നയത്തിന്റെ ഭാഗമായാണ് ആയുഷ് വിഭാഗങ്ങളിലെ ആശുപത്രികളില് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം തന്നെയാണ് ഇങ്ങനെ ഒരു പാലിയേറ്റീവ് നയത്തിന് രൂപം കൊടുത്തത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 2008 തന്നെ ഒരു പാലിയേറ്റീവ് പോളിസി വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ പാലിയേറ്റീവ് നയം വന്നതോടുകൂടി ഒരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവുകയും അങ്ങനെ എല്ലാ മെഡിക്കൽ സിസ്റ്റംസും ഒരേപോലെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഏകോപനം കൂടെ ഈ നയത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ 2008 വന്ന പോളിസി
2017, 18, 16, 17 കാലഘട്ടത്തിൽ ഹോമിയോപ്പതി വകുപ്പിലേക്ക് വരികയും 2018, 19 ഇത് കുറച്ചും കൂടെ ഈ പോളിസി ഒന്നും കൂടെ ഒന്ന് അമെൻഡ് ചെയ്ത് കുറച്ചും കൂടെ കൃത്യതയോടുകൂടി പ്രവർത്തനങ്ങൾ ആയുഷിലെ മറ്റ് അതായത് ISM-ഉം ഹോമിയോപ്പതിയും കൂടെ വർക്ക് ചെയ്യത്തക്ക രീതിയിലേക്ക് ഈ പോളിസി റീഡ്രാഫ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അപ്പൊ ആദ്യം ഇപ്പോ നമുക്ക് ശരിക്കും ഇത്രയും കാലം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. കാരണം ആദ്യം ഇതൊരു ഹോമിയോപ്പതി വകുപ്പില് ജില്ലാ ആശുപത്രികളിൽ മാത്രമായിരുന്നു പ്രവർത്തനം, 14 ജില്ലാ ആശുപത്രികളിൽ. പക്ഷെ ഇപ്പോൾ മറ്റുള്ള എല്ലാ ആശുപത്രികളിലേക്കും ഇതേപോലെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. മാത്രവുമല്ല സെക്കൻഡറി ലെവലിലെ ഈ പ്രവർത്തനം IP, OP, ഹോം കെയർ എന്നുള്ളൊരു രീതിയിലാണ് നടത്തപ്പെടുന്നതെങ്കിൽ പ്രൈമറി ലെവലിൽ അതായത് ഡിസ്പെൻസറി ലെവലിൽ ഒരു കമ്മ്യൂണിറ്റി നഴ്സിന്റെ ഒപ്പം ISM-ലെ ഡോക്ടറും ഹോമിയോപ്പതി ഡോക്ടറും ഒന്നിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനുള്ള രീതിയിൽ അവർക്ക് ഹോമിയോപ്പതി വേണ്ടുന്ന ഏതെങ്കിലുമൊക്കെ രോഗികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മരുന്ന് വേണമെന്ന് തന്നെ ഇല്ല, ഒരു കെയർ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു തരം രോഗികളെ സന്ദർശിച്ചുകൊണ്ട് ആ ഡോക്ടറിന് തീരുമാനിക്കാം ഇത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണോ. ഈ ഉള്ളൊരു രീതിയിൽ പ്രൈമറി പ്രവർത്തനങ്ങളെയും കൂടെ വ്യാപിപ്പിക്കാനുള്ള രീതിയിലേക്ക് ഇപ്പൊ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഒരു പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്യാൻസർ സ്ക്രീനിങ് ഒരു ക്യാമ്പയിനിങ്, അത് കൃത്യമായും ആയുഷ് വിഭാഗങ്ങളും കൂടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ന് പറയുകയുണ്ടായി. അപ്പൊ അത് ഇനിയുള്ള ഒരു മാസത്തേക്ക് ഫെബ്രുവരി 4-ാം തീയതി മുതൽ മാർച്ച് 8-ാം തീയതി വരെ ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വർദ്ധിച്ചു വരുന്ന ഈ ക്യാൻസർ എന്നുള്ള ഒരു അവസ്ഥ, പാലിയേറ്റീവ് കെയറില് ഒരു 50% രോഗികൾ ക്യാൻസർ ബാധിതരാണ്. ബാക്കിയുള്ള 50 മറ്റുള്ള ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ്. പക്ഷെ ഈ 50% ക്യാൻസർ രോഗികൾ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസറും ഏർലി ഡിറ്റക്ഷനിലൂടെ പ്രിവെന്റ് ചെയ്യപ്പെടാമെന്നതാണെങ്കിൽ കേരളത്തിൽ ഏകദേശം ഒരു 8 ലക്ഷം രോഗികളുടെ ഒരു ഗ്യാപ്പ്, അതായത് 9 ലക്ഷം സസ്പെക്ട്സ് ഉണ്ടെങ്കിൽ 1 ലക്ഷം പേര് മാത്രമേ ചികിത്സയ്ക്ക് എത്തുന്നുള്ളൂ എന്നും ബാക്കി 8 ലക്ഷം രോഗികൾ മിസ്സിംഗ് ആയി, അതായത് കൃത്യമായ ഒരു ചികിത്സ ചെയ്യാൻ എത്തുന്നില്ല എന്നുമുള്ള കണക്കിൻ പ്രകാരമാണ് ഓരോ സ്ത്രീയിലേക്കും കമ്മ്യൂണിറ്റി ലെവലില് പഞ്ചായത്തുമായിട്ട് ചേർന്നും നമ്മുടെ സ്ഥാപനങ്ങളിലൂടെയും ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇവിടെ ശരിക്കും ആരോഗ്യ പ്രവർത്തകരും പലപ്പോഴും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരും സ്വന്തം ഹെൽത്ത് നോക്കുന്നില്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷനും കൂടെ അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആസ്പെക്ട്, അതായത് ആയുഷ് വിഭാഗത്തിലെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഡോക്ടേഴ്സും എല്ലാ ജീവനക്കാരും ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇനി മുന്നോട്ട് ഉണ്ടാവണമെന്ന് ഇപ്പോൾ തീരുമാനിക്കപ്പെടുമ്പോൾ ഹോമിയോപ്പതിയുടെ ഒരു റോള് നമുക്ക് കൃത്യമായും ചികിത്സയിലും കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് പദ്ധതിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ബാക്കി സ്ലൈഡ്സിലൂടെ ഒന്ന് എങ്ങനെയാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്നതെന്നും എന്ത് തരം രോഗികൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാമെന്നും ഏത് തരം അവസ്ഥകളാണ് മെച്ചപ്പെടുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആരോഗ്യം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഏതൊരു അവസ്ഥയും, അത് ഇൻക്യൂറബിൾ ആകുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, അവസാന കാലത്തുള്ള ഒരു അവസ്ഥ, ഇതെല്ലാം അതിനകത്ത് പെടും. അപ്പൊ പൂർവ്വ ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കാത്ത സ്ഥായിയായി നിൽക്കുന്ന ഏതൊരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ഇനിയും എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ രോഗിക്കും രോഗികളുടെ കുടുംബാംഗങ്ങൾക്കും ഉള്ളത്. അപ്പോ ഒരു പാലിയേറ്റീവിന്റെ ഡൈമെൻഷൻ വരുന്നത് ഈ തലത്തിലാണ്. അപ്പോൾ രോഗിയെ സംബന്ധിച്ച് കൃത്യമായും ഏറ്റവും ബുദ്ധിമുട്ടുള്ള
ഒരു പക്ഷെ അവരുടെ രോഗം ഏത് തന്നെയാണെങ്കിലും രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പക്ഷെ ആ രോഗവുമായിട്ട് ബന്ധമില്ലാത്ത ചില ലക്ഷണങ്ങളും അവർക്ക് അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. അതിന്റെ ഉദാഹരണമാണ് പലപ്പോഴും ഒരു പാലിയേറ്റീവ് രോഗിക്ക് ഉണ്ടാവുന്ന ഉറക്കക്കുറവ്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അതൊന്നും ഇല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഉത്കണ്ഠ, ആശങ്ക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മെന്റൽ ഇമോഷണൽ സിംറ്റംസിലേക്ക് പോയി കഴിഞ്ഞാൽ ഐസൊലേഷൻ, അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, ഇതെല്ലാം അവരെ അലട്ടുന്നുണ്ടാവാം, അവരെയും കുടുംബാംഗങ്ങളെയും ഒരേപോലെ തന്നെ. അപ്പൊ നമുക്ക് അതിനകത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അവർക്ക് അതൊരു വേദനയായിട്ടായിരിക്കാം, അവരുടെ അസുഖത്തിനുമായിട്ട് കണക്റ്റഡ് ആവാത്ത തരത്തിലുള്ള വേദന. അതൊരു ജനറൽ പെയിൻ ആവാം, അല്ലെങ്കിൽ ഈവൻ പാലിയേറ്റീവിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഒരു സ്പിരിച്വൽ പെയിൻ എന്ന് തന്നെ, അതൊരു റിലീജിയസ് ആസ്പെക്റ്റിലല്ല, പക്ഷെ ഒരു ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു വേദനയെ ആണ് അവിടെ സ്പിരിച്വൽ പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു പെയിൻ മാനേജ്മെന്റ്, അത് ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ, സ്പിരിച്വൽ ലെവലിലുള്ള വേദന, അതിനെ പരിഗണിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിംറ്റംസ്, ആ അവസ്ഥയുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഫോക്കസ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ, കുറച്ച് നാളുകൾ മാത്രമാണ് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു വേർഡിക്റ്റ് ആണെങ്കിൽ പോലും അതിലെന്തെങ്കിലും ഒരു മാറ്റം, അതിലൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ, വിത്ത് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരവും കൂടെ കൊടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും ഒരു പാലിയേറ്റീവിന്റെ തലത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ വ്യക്തികൾ മാത്രമല്ല, കുടുംബാംഗങ്ങള്, ഏറ്റവും രോഗിയുടെ കൂടെ നിൽക്കുന്നവര് എല്ലാം ഈ ഒരു പാലിയേറ്റീവിന്റെ കെയറിന്റെ അകത്ത് വരുന്നവരാണ്. പിന്നെ ഇത് എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നുള്ളത് ചോദിച്ച്, ഒരിക്കലും ഒരു രോഗത്തിന്റെ അവസാന സ്റ്റേജിലോ അവസാന ദിവസങ്ങളിലോ അവസാന മണിക്കൂറിലോ അല്ല, പക്ഷെ തുടക്കം മുതൽ ഇങ്ങനത്തെ ഒരു അസുഖമാണ്, നമുക്ക് പെർഫെക്റ്റ്ലി നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിലേക്കോ പെർഫെക്റ്റ് ഹെൽത്തിലേക്കോ ഒരു ബെറ്റർ ഹെൽത്തിലേക്കോ വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ, റൈറ്റ് ഫ്രം ദ ഡയഗ്നോസിസ്, ഇന്ന രോഗമാണ് എന്ന് കണ്ടുപിടിക്കുന്ന അവസ്ഥ മുതൽ ഇതിന്റെ പ്രോഗ്രഷനിലൂടെ മരണവും മരണത്തിന്റെ അവസാനവും നമ്മളുടെ ഈ കെയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് കെയറിന്റെ ഒരു പ്രത്യേകത. കാരണം പലപ്പോഴും കുടുംബാംഗങ്ങൾ, നമ്മൾ പാലിയേറ്റീവിന്റെ ഹോം വിസിറ്റ് നടത്തുമ്പോൾ നമ്മൾക്ക് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ പലപ്പോഴും മരണം കഴിഞ്ഞിട്ടുള്ള കുറെ അധികം ചെറുപ്പക്കാരുടെ സ്പൗസസിന് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ, പലപ്പോഴും അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഡെത്ത് വളരെ പെയിൻഫുൾ ആണ്, അവർക്കത് കോപ്പപ്പ് ചെയ്യാൻ വളരെ സമയമെടുക്കും. ഒരു പക്ഷെ കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥകളുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആ ലോക്കൽ ആയിട്ടുള്ള വാർഡ് മെമ്പറെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും സഹായിക്കാൻ സാധിച്ച അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കൈക്കുഞ്ഞുമായിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു അമ്മ റോഡിലേക്ക് ഇറങ്ങി പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങള് പേഷ്യന്റ് മരിച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഭാര്യയെ കാണാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഞങ്ങൾ ചെല്ലുന്ന ദിവസമാണ് സഹോദരൻ ഇങ്ങനെ പേഷ്യന്റിന്റെ വൈഫിനെ പുറത്തേക്ക് ഇറക്കി നിർത്തിയത്. അപ്പൊ കുഞ്ഞും സാധനവും ഒക്കെ ആയിട്ട്, ചെറിയ കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളുടെ ടീം ചെന്നപ്പോഴാണ് ശരിക്കും ബാക്കി കാര്യങ്ങൾ, സഹായം നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു ബിറീവ്മെന്റ് കാലഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള പലപ്പോഴും ഇങ്ങനത്തെ ഇതൊരു എക്സ്ട്രീം കേസാണ്. അല്ലെങ്കിൽ തന്നെയും നമുക്ക് അവരുടെ ഒരു ഫാമിലിയെ നോർമലൈസ് ചെയ്യുന്നവരെ, അവരുടെ ഗ്രീഫ് ഒന്ന് അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തുന്നത് വരെ സപ്പോർട്ടായിട്ട് ഈ പാലിയേറ്റീവ് ടീം ഉണ്ട് എന്നുള്ളത് ഒരു രോഗിയുടെ ബന്ധുക്കളെ സംബന്ധിച്ച് വലിയൊരു
ആശ്വാസം തന്നെയാണ്. അപ്പൊ ശരിക്കും ഒരു ഹോസ്പിസ് മൂവ്മെന്റ് എന്നുള്ളൊരു രീതിയിൽ തുടങ്ങി വെച്ച പാലിയേറ്റീവ് പ്രസ്ഥാനം, സിസിലി സോണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വനിത അവരുടെ സുഹൃത്തിന് ലങ് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒരു ആശുപത്രിയുടെ ഇന്റൻസീവ് കെയർ ഫെസിലിറ്റിയിലോ ആശുപത്രിയുടെ കിടക്കയിൽ അവസാന ദിവസം വരെ മരണത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന അവസ്ഥ വരെ കിടക്കാൻ അല്ലെങ്കിൽ കിടത്തപ്പെടാൻ ആഗ്രഹിക്കാതെ ആ വ്യക്തിയുടെ വീടിന്റെ സാഹചര്യം എങ്ങനെയാണോ അത് ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടറിന്റെ കെയറും നഴ്സിംഗ് കെയറും ആ വ്യക്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു പ്രോസസ്, ഒരു തോട്ട് പ്രോസസ്സാണ് സിസിലി സോണ്ടേഴ്സ് എന്ന വനിതയിൽ വന്ന ആ തോട്ട് പ്രോസസ്സാണ് പിൽക്കാലത്ത് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ എന്നുള്ളൊരു വലിയ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയി മാറിയിരിക്കുന്ന ഈ പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഹിസ്റ്ററി തന്നെ. ഇവിടെ ഇന്ത്യയിൽ അത് കടന്നു വരികയും പിന്നീട് NGOs ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അവിടെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ ശരിക്കും ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, അവിടുത്തെ ബാർബറും ആ നാട്ടിലെ മരുന്ന് കടക്കാരനും ആ നാട്ടിലെ ചില ചെറുപ്പക്കാരും ഒക്കെ വീട്ടിൽ ചെന്നുകൊണ്ട് ഈ രോഗിക്ക് ഒരു മെച്ചപ്പെട്ട കെയർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഇതിനെ ഏറ്റെടുത്ത് കൊണ്ട് പിന്നീട് അത് NGOs ജോയിൻ ചെയ്ത് പിന്നീട് അതിനൊരു ഫ്രെയിം വർക്ക് വരികയും ഗവൺമെന്റ് അതിൽ വരികയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇതാണ് പാലിയേറ്റീവിന്റെ ഒരു ചരിത്രം. കേരളത്തിൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ വളരാനുണ്ടായ ഒരു സാഹചര്യവും അത് തന്നെയാണ്. ഇപ്പം രാജഗോപാൽ സാറിനെ പോലെയുള്ള പാലിയേറ്റീവ് കെയറിലൂടെ ലോക പ്രശസ്തിയിലേക്ക് കേരളത്തിലെ എത്തിച്ച ഒരു വ്യക്തി എന്നുള്ളൊരു രീതിയിൽ രാജഗോപാൽ സാറ് നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഈ പാലിയേറ്റീവിന്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ ഒരു ശരിക്കും കൺസെപ്റ്റുമായിട്ട് വളരെ യോജിച്ചു നിൽക്കും. നമുക്ക് ശരിക്കും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ, സ്പിരിച്വൽ ആസ്പെക്ട്സിലാണ് നമ്മൾ ആ പേഷ്യന്റിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പേഷ്യന്റിന്റെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു ഹോളിസ്റ്റിക് ഡയമെൻഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലത്തിലാണ് പാലിയേറ്റീവിന്റെ ഒരു കെയറും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ വെൽബീയിങ്ങിൽ മാത്രമല്ല, സൈക്കോളജിക്കലും സോഷ്യലും സ്പിരിച്വൽ ആസ്പെക്ട്സിൽ അവരുടെ ലൈഫ് പലപ്പോഴും ഒരു മരിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ച് എന്താണ് ഇനിയും അവർക്ക് കൊടുക്കാൻ പറ്റുക, എന്റെ മരണം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് കിടന്ന് മരിക്കാൻ സാധ്യത, എനിക്ക് ആരൊക്കെ ആയിരിക്കും കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്റെ വേദന ബെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഉള്ളവര് എനിക്കുണ്ടാകുമോ എന്നുള്ള ഒരു തലത്തിലേക്കുള്ള പല ആശങ്കകളും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്തു എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ എപ്പോഴും പേഷ്യന്റിന് അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാനുള്ളൊരു റൈറ്റ് ഉണ്ട്. പണ്ട് കാലത്ത് പേഷ്യന്റിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പക്ഷെ ഇന്ന രോഗമാണ് അവർക്ക് എന്നുള്ളത് ഒരു പക്ഷെ പേഷ്യന്റിൽ നിന്നും മറച്ചു വെക്കാൻ ഒരു മക്കൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ തീരുമാനം അങ്ങനെയായിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടെങ്കിൽ പോലും ഒരു ഡോക്ടറിന്റെ ഒരു കടമ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ത് തരം അസുഖമാണ് ആ വ്യക്തിക്കുള്ളത്, എത്ര കാലമാണ് ജീവിച്ചിരിക്കാൻ സാധ്യത, എങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് രോഗം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കണമെന്ന്. കാരണം അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മനസ്സിലെ റിക്കൺസിലിയേഷൻസ് വേണ്ടുന്ന ഒരു സമയമായിരിക്കാം. ആ സമയം പേഷ്യന്റിന് കൊടുക്കണം. അവരുടെ ഒരു റൈറ്റ് ആണ് ഇത്, മറ്റാരുടെയും ഒരു ഔദാര്യമല്ല, ഇത് അവരുടെ റൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീം ടു തിങ്ക് ഫോർ ദ പേഷ്യന്റ് ഇൻ ദാറ്റ് ഡയമെൻഷൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം.
അപ്പൊ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം ഒരു പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, പേഷ്യന്റിന്റെ ഫാമിലീസിന്റെ അവരുടെ വേദനയ്ക്കുള്ള റെസ്പോൺസ് ഒപ്റ്റിമൈസ് ചെയ്യുക, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിംറ്റംസിന് ഊന്നൽ കൊടുക്കുക. നഴ്സിംഗ് കെയർ പലപ്പോഴും ഒരു മെഡിസിനൽ ആസ്പെക്റ്റിന് അപ്പുറമായിട്ട് നഴ്സിംഗ് കെയറിനാണ് അവിടെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ബെഡ്, അവരുടെ കിടപ്പിന്റെ രീതി, അവരുടെ റൂം സജ്ജീകരിക്കുക, അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അവർക്ക് കെയർ കൊടുക്കാൻ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ തലത്തിലുമുള്ള ഒരേപോലെ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് പാലിയേറ്റീവ് കെയറിന്റെ ഏറ്റവും മനോഹരമായ ഒരു വസ്തുത, ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി, ഇതിനകത്ത് ഒരു മെഡിക്കൽ സിസ്റ്റത്തിന്റെ മാത്രം രീതിയിലോ തലത്തിലോ അല്ല ഇവിടെ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുക. ഇവിടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി, ഇവിടെ നമുക്ക് ഇപ്പൊ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം ഹോമിയോപ്പതി വകുപ്പിൽ ഉണ്ടാകുമ്പോഴും പലപ്പോഴും മറ്റുള്ള വകുപ്പുകൾ നമ്മളെ സഹായിക്കാൻ വരുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ട അവസരം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് പലപ്പോഴും ഹോമിയോപ്പതി മരുന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ആക്സസ് ഇല്ല, പോവാൻ സൗകര്യമില്ല. അപ്പോ കിഴക്കേക്കോട്ടയിലുള്ള പോർട്ടിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരാണ്, ഫയർഫോഴ്സിലെ ഓഫീസേഴ്സ് ആണ് മരുന്ന് കൃത്യമായിട്ടും അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. പലപ്പോഴും നഴ്സും ഡോക്ടറും രോഗിയെയും ബൈസ്റ്റാൻഡേഴ്സിനെയും വിളിച്ച് ഫോളോ അപ്പ് എടുക്കുകയും കൃത്യതയോടുകൂടി മരുന്ന് എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ പലപ്പോഴും പേഷ്യന്റിന്റെ ഇംപ്രൂവ്മെന്റ് വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാനിടയായ സാഹചര്യമാണ്. അപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി എല്ലാ സിസ്റ്റംസും ആൻഡ് പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഉണ്ടാവണം എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതൊരു ടീം വർക്കാണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, കൗൺസിലിംഗ് ചെയ്യാൻ കെൽപ്പുള്ളവര്, ഫിസിയോതെറാപ്പിസ്റ്റ്, യോഗ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവര്, വോളണ്ടിയേഴ്സ്, സാധാരണക്കാര് എല്ലാവരും ഇതിനകത്ത്, സോഷ്യൽ വർക്കേഴ്സ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ പലപ്പോഴും ഗവൺമെന്റിന്റെ എന്തെങ്കിലും പോളിസീസ് അവർക്ക് ഫേവറബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ അസുഖവുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിൽ കൗൺസിലേഴ്സിനെ വർക്ക് ചെയ്യാം. അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവർക്ക് കേൾക്കാൻ ഉള്ള ഒരു മനസ്സുമായി വോളണ്ടിയേഴ്സിന് ഇരിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ടീമിന്റെ ഭാഗമാകാം. അപ്പോൾ നമ്മൾ പാലിയേറ്റീവിൽ പറയുന്ന പോലെ വലിയ രണ്ട് ചെവിയും ചെറിയൊരു വായും അതിലും ചെറിയൊരു നാക്കുമായിട്ടാണ് പേഷ്യന്റിന്റെ അടുത്തേക്ക് പോകേണ്ടത്. കാരണം അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. ആ കേൾവിക്കാരൻ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ റോള്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ മരുന്നിനുപരിയായിട്ട് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സ്ലൈഡ് കാണുന്നുണ്ടോ മാഡം? സ്ലൈഡ് മാറിയോ? മാറി. അപ്പൊ ഇനിയും ഇതിന്റെ കണക്കുകൾ പറയുന്നത് ശരിക്കും നമുക്ക് ഒരു പാലിയേറ്റീവിന്റെ തലത്തിൽ കെയർ വേണ്ടുന്ന ശരിക്കും ഒരു 14% വ്യക്തികളിലേക്ക് ഈ തലത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് കെയർ എത്തുന്നുള്ളൂ. ലോകത്തിന്റെ കണക്ക്. കേരളത്തിലാകട്ടെ 2% ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ 98% എന്ന് പറയുന്ന ആ ഗ്യാപ്പിലേക്ക് എത്താൻ ഇനിയും നമ്മളുടെ ടീം വിപുലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അവിടെ നമുക്ക് ഇനിയും ഉള്ള കാലഘട്ടത്തിൽ ഇപ്പൊ സാധാരണക്കാർക്ക് താല്പര്യമുള്ളവർക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക് എല്ലാം ഇതിന്റെ ഒരു ഭാഗമാകാം. അപ്പൊ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ വേണ്ടുന്ന അടുത്തേക്ക് മെഡിക്കൽ ടീമിന് എത്താം. ഇതിൽ താല്പര്യമുള്ളവരെ പ്രത്യേകമായി ട്രെയിൻ ചെയ്തുകൊണ്ട് പാലിയേറ്റീവ് വർക്കേഴ്സ് ആയിട്ട് അവർക്ക് അവരുടെ ഫ്രീ ടൈമിലോ എപ്പോഴെങ്കിലും ഒക്കെ 1-2 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ ഇതിന്റെ ഭാഗമാകാൻ ഈ ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ പാലിയേറ്റീവിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ, ഇത് ക്യാൻസർ, ഒരു കാലത്തുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, ക്യാൻസർ രോഗികൾ മാത്രമാണ് പാലിയേറ്റീവ് കെയർ കിട്ടിയിരുന്നത് അല്ലെങ്കിൽ അർഹിക്കുന്നത്.
പക്ഷെ നമുക്കറിയാം എല്ലാതരം രോഗങ്ങൾക്കും കാർഡിയോവാസ്കുലർ ആവട്ടെ, ക്രോണിക് റെസ്പിറേറ്ററി കണ്ടീഷൻസ്, HIV പേഷ്യൻസ്, ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നവര്, ക്രോണിക് ലിവർ ഡിസീസസ്, കിഡ്നി ഫെയിലിയർ കേസസ്, ന്യൂറോളജിക്കൽ കേസസ്, എപ്പോഴും ആക്സിഡൻസും പിന്നെ സ്ട്രോക്കും ഒക്കെ കൊണ്ട് പാരാപ്ലേജിക്, ഹെമിപ്ലേജിക് പേഷ്യൻസ് അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം കേരളത്തിൽ പാർക്കിൻസൺ പേഷ്യൻസിന്റെ എണ്ണം കൂടി വരികയാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കേസസ് കൂടി വരുന്നു, ഡിമെൻഷ്യ കേസസ് കൂടി വരുന്നു. അപ്പം കൺജനിറ്റൽ അനോമലീസ് ഉള്ള കേസസ്. അപ്പൊ ഇങ്ങനെയുള്ളവരെല്ലാം ഈ പാലിയേറ്റീവ് റിവ്യൂവിൽ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വളരെ ഏർലി ആയിട്ട് ഏർലിയർ ദ ബെറ്റർ, കൂടുതൽ ഏർലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിലൂടെ ഏറ്റവും നല്ല കെയർ ഓരോ വ്യക്തിക്കും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഓരോ പേഷ്യന്റിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പാലിയേറ്റീവ് കെയർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകൾ മാത്രം കൊടുക്കുക, ബാക്കി കുറച്ചും കൂടെ കെയർ ഗിവിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവിടെയും ആയുഷ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് പ്രത്യേകമായ റോൾ ഉള്ളിടത്ത് നമുക്കറിയാം പേഷ്യന്റിനെ സംബന്ധിച്ച് നോക്കിയാൽ അവിടെ ഹോസ്പിറ്റലൈസേഷൻസിന്റെ തോത് കുറയ്ക്കാൻ പറ്റുന്നു. അവർ ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്യുന്ന മരുന്നുകൾ ടേപ്പർ ചെയ്യാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ മരുന്ന് കൊടുക്കുന്നതിലൂടെ പലപ്പോഴും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ട്രീറ്റ്മെന്റ് ബേർഡൻ അവർക്കുണ്ടാകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ശരിക്കും പാലിയേറ്റീവ് കെയറിന്റെ ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ തന്നെ പേഷ്യന്റിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, പേഷ്യന്റിന്റെ കെയറിൽ വ്യത്യാസം ഉണ്ടാവുന്നു. അതിന്റെ കൂടെ ഹോമിയോപ്പതിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു ഫിസിക്കൽ നീഡ്സിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസിൽ മാത്രമല്ല, അതിനും ബിയോണ്ട് ആയിട്ട് ഉള്ള ഒരു സപ്പോർട്ടീവ് കെയർ, ആ പേഷ്യന്റിനെ മരിക്കുന്ന ആ നിമിഷത്തിന്റെ ആ ലാസ്റ്റ് മൂമെന്റ് വരെ അവരെ ആക്റ്റീവായിട്ട് ജീവിക്കാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കലി എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റി ഇപ്പോൾ പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലുമാണുള്ളത്. പ്രൈമറി ലെവലിൽ എല്ലാ ഡിസ്പെൻസറിയിലെ ഡോക്ടേഴ്സ്, അവിടെ APHCയിലുള്ളവര്, ഹെൽത്ത് ആൻഡ് ഇപ്പം ബാക്കിയുള്ള ഡിസ്പെൻസറി GHDസില്, HWCയില്, APHCകളിലെ ഡോക്ടേഴ്സ്, പിന്നെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഇങ്ങനെയുള്ള ലെവലില് ആണ് പ്രൈമറിയിൽ നിന്നും സെക്കൻഡറി റെഫറൽ സെന്ററിലേക്ക് പോകുമ്പോൾ ഹോമിയോപ്പതി മാത്രം വേണം അല്ലെങ്കിൽ ഹോമിയോപ്പതി കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് സെക്കൻഡറി കെയർ IP, OP, ഹോം കെയർ ആയിട്ട് മാറുന്നു. പ്രൈമറി ലെവലിൽ അത് OPയും ഹോം കെയറും മാത്രമായിട്ട് ആണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ഉണ്ട്. പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി കമ്മ്യൂണിറ്റി നഴ്സിന്റെ കൂടെയാണ് അവിടെ പോകുന്നത്. കമ്മ്യൂണിറ്റി നഴ്സ് എല്ലാ സിസ്റ്റത്തിനും കോമൺ ആയിട്ടുള്ള ഒരാളാണ്. അവിടെ പലപ്പോഴും ആശമാര് ഐഡന്റിഫൈ ചെയ്യുന്ന പേഷ്യൻസ് ലിസ്റ്റ് അനുസരിച്ച് ആ ഹോമിയോപ്പതി കൊണ്ട് ഗുണം കിട്ടുന്ന കേസസ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യന്റിന് ഹോമിയോപ്പതി കൂടെ വേണം എന്ന് ഉള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന കേസസ് ആ ഡോക്ടറിന്റെ, ഹോമിയോപ്പതി ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുക. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻസ് ഉള്ളത്. അപ്പം ആത്യന്തികമായി ഏതൊക്കെ കേസസ് അല്ലെങ്കിൽ ഹോമിയോപ്പതി എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ 14 ജില്ലാ ആശുപത്രികളിൽ മാത്രമല്ല, ഇപ്പോൾ എല്ലാ താലൂക്ക് ആശുപത്രികളിലുണ്ട് പാലിയേറ്റീവ് വാർഡ്, പിന്നെ എക്യുപ്മെന്റ്സ് കൊടുക്കുക, പിന്നെ ലാബ് ഫെസിലിറ്റി, പിന്നെ പാലിയേറ്റീവ് നഴ്സിന്റെ സേവനം ഉൾപ്പെടുത്തുക, പിന്നെ സൈക്കോളജിസ്റ്റ്, യോഗ ട്രെയിനർ, കൗൺസിലിംഗ്, അങ്ങനെയുള്ള മറ്റ് പ്രോജക്റ്റുകളിൽ എടുത്തിരിക്കുന്ന ഇങ്ങനെയുള്ള സ്റ്റാഫുകളെയും കൂടെ നമുക്ക് ഈ ഒരു പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അവരുടെ സേവനം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ മിനിമം 5 ബെഡ് മാറ്റി വെച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ആശുപത്രികളിൽ മിനിമം 5 ബെഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ കിഴക്കേക്കോട്ടയിലെ ജില്ലാ ആശുപത്രിയിൽ അത് കൂടുതൽ പേഷ്യൻസിനെ കിടത്താനായിട്ട് 8 ബെഡുകളുണ്ട്. അപ്പൊ സർവീസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പലപ്പോഴും പേഷ്യന്റിന്റെ കെയറിന് ഏറ്റവും വേണ്ടുന്നത് എന്താണ്? അവിടെ ചിലപ്പോൾ മെഡിസിൻസ് കൊടുക്കേണ്ടി വന്നാൽ അങ്ങനെ, അല്ലെങ്കിൽ സപ്പോർട്ടീവ് കെയർ മാത്രമാണെങ്കിൽ അങ്ങനെ,
എക്യുപ്മെന്റ്സ് അവർക്ക് പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ പലപ്പോഴും ഒരാൾ ഉപയോഗിച്ച് അവരുടെ ആവശ്യം കഴിഞ്ഞത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് മറ്റു ആവശ്യം നീഡ് ബേസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും വേറൊരാൾക്ക്. പിന്നെ നമുക്ക് ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഹോമിയോപ്പതി ഫോക്കസ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് ഇന്റർവെൻഷനിലൂടെ എന്തൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും? അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കുക, പേഷ്യന്റിന്റെ ടോട്ടൽ കെയർ കൊടുക്കുക, ഹോളിസ്റ്റിക് കെയറിന്റെ മെന്റൽ ഇമോഷണൽ ഡൈമെൻഷനിലുള്ള ഇംപ്രൂവ്മെന്റ് കൊടുക്കുക, എൻഡ് ഓഫ് ലൈഫ് ലാസ്റ്റ് മണിക്കൂറുകളിൽ വരെ എത്തി നിൽക്കുന്ന കെയർ. അത് ചിലപ്പോൾ ഹോം സെറ്റിങ്ങിൽ ആക്കി കഴിഞ്ഞാൽ എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും പേഷ്യന്റ് എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ആ രീതിയിലേക്ക് കെയർ ഒരുക്കുക. അപ്പോൾ എപ്പോഴും ഹോമിയോപ്പതിക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മരുന്ന് കിട്ടുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് പലപ്പോഴും മറ്റുള്ള കൺവെൻഷണൽ മെഡിസിൻസിന്റെ അളവ് കുറയ്ക്കാൻ പറ്റാറുണ്ട്, ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോളിൽ മാറ്റം വരുത്താൻ സാധിക്കാറുണ്ട്, റേഡിയേഷൻസിന്റെ എണ്ണത്തിൽ കുറവ് വരുത്താൻ പറ്റാറുണ്ട്, സർജറി വേണ്ടുന്ന കേസസിൽ സർജറിയിൽ തൽക്കാലം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അനുസരിച്ച് സർജിക്കൽ ഇന്റർവെൻഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതിനപ്പുറമായിട്ട് മെഡിസിനലി അവർക്ക് ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ആണ് ബെനിഫിറ്റ്സ്. പിന്നെ ഡെഫിനറ്റ്ലി പബ്ലിക് സെൻസിറ്റൈസേഷൻ, അവിടെ അവയർനെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക്കിന്റെ നീഡ്, ഹോമിയോപ്പതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക്, എന്താണ് ഹോമിയോപ്പതിയുടെ സ്ട്രെങ്ത്, ഈ ഒരു കെയർ, അതായത് പാലിയേറ്റീവ് കെയറിൽ എത്രത്തോളം റോള് ഡിഫൈൻഡ് ആണ് എന്നുള്ളത് പബ്ലിക്കിന് അവയർനെസ് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തലത്തിലേക്ക് നമുക്ക് സേവനം എത്തിക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏത് തരം കേസസ് ആണ് ഹോമിയോപ്പതിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ചെറിയ ശതമാനം പേഷ്യൻസ് ഹോമിയോപ്പതി ഒരു സർജറി ഭയപ്പെടുന്നത് കൊണ്ടോ മറ്റ് മെഡിസിൻസ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വരുന്നവരുണ്ട്. പക്ഷെ അതൊരു ചെറിയ ശതമാനം മാത്രമാണ്. ആ ഉള്ള പേഷ്യൻസിന് പക്ഷെ എപ്പോഴും ഏതാണ് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് ആണ് പിന്നീട് ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അല്ലാതെ വരുന്ന കേസസ് കൺവെൻഷണൽ സിസ്റ്റം ഡെഫർ ചെയ്തത്, അവർക്ക് ട്രീറ്റ്മെന്റ് ഓപ്റ്റിമൈസ് ചെയ്തു, പക്ഷെ റെസ്പോൺസ് കിട്ടുന്നില്ല, ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ്, നമുക്ക് ഇനിയും ഇത് എങ്ങോട്ടാണ് ഇവോൾവ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ മെറ്റസ്റ്റാസിസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ട്യൂമർ ഇന്നോപ്പറബിൾ ആയിട്ടുള്ള സൈറ്റിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏജ് വൈസ് നോക്കിയാൽ ഇന്നോപ്പറബിൾ ആയിട്ട് അവർക്ക് ആ പേഷ്യന്റിന് സർജറി ചെയ്യാനുള്ള ഹെൽത്ത് ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഏജ് അതിന് എഗെയിൻസ്റ്റ് ആണ്, ഡ്രഗ് അലർജീസും റിയാക്ഷൻസും ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ ഇഫക്റ്റീവ് ആകുന്നില്ല, ന്യൂറോളജിക്കൽ കേസസ് ഡിസബിലിറ്റി ഉണ്ട് പക്ഷെ അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നു, റെസ്പോൺസ് ഇല്ല, അല്ലെങ്കിൽ ജെറിയാട്രിക് സെഗ്മെന്റിലുള്ള പേഷ്യൻസ്, പീഡിയാട്രിക് സെക്ഷനിൽ ചിലപ്പോൾ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കേസസ്, പിന്നെ കീമോ റേഡിയേഷന്റെ സൈഡ് എഫക്ട്സിന് വേണ്ടി വരുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് ഇവരെ തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇന്റർവീനിങ് ഇൻഫെക്ഷൻസ് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പറ്റാറുണ്ട്. അവിടെയും ആന്റിബയോട്ടിക് യൂസേജോ അല്ലാത്ത മരുന്നുകളുടെയോ സപ്പോർട്ട് ഇല്ലാതെ ഹോമിയോ മെഡിസിനിൽ തന്നെ അവരുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റേജസ് ബെറ്റർ ആക്കാൻ പറ്റാറുണ്ട്, ജനറൽ കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ പറ്റും, ഹോസ്പിറ്റലൈസേഷൻസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ തീർത്തും നമ്മളുടെ മാത്രം മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലൈസേഷൻ തീർത്തും വേണ്ടാത്ത അവസ്ഥ വരെ എത്തിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അടിവരയിടുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അവിടെ നമുക്ക് പാലിയേറ്റീവിന്റെ ഒരു ഡോക്ടറും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സും പാലിയേറ്റീവിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഡോക്ടറും ഇതിന്റെ ഒരു ഭാഗമാണ്.
ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടുമാരിലൂടെ, പിന്നെ DMO തലത്തില്, പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഇതര വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിന്റെ ഒരു സപ്പോർട്ടും കൂടെ, ഒരു ഡിസിപ്ലിനറി ആയിട്ട് പലപ്പോഴും റെഫറൽസ് വരാറുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഹോമിയോപ്പതിക്കലി നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഡ്രഗ്സ്, പാലറ്റബിലിറ്റി ഓഫ് ദ മെഡിസിനൽ യൂസ്, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതിലൂടെ, അല്ലെങ്കിൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ പലപ്പോഴും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഹോമിയോപ്പതി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കേസസ് ഉണ്ട്, സാഹചര്യവശാൽ അങ്ങനെ പറ്റുന്നത്. അപ്പൊ അവിടെയും ഹോമിയോപ്പതിക്ക് ഒരു കൃത്യമായ റോളുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും പേഷ്യന്റിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ, നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ജനറൽസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഒരു എനർജി ലെവൽ, ജനറൽ വൈറ്റാലിറ്റി, ഫെറ്റീഗ്, കാക്കക്സിയ, ഇതിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റിന് തന്നെ ഒരു വെൽ ബീയിങ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ OP-യിൽ ഇരിക്കുന്ന പേഷ്യന്റും ബൈസ്റ്റാൻഡറും ഒന്നിച്ചിരിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഏതാണ് പേഷ്യന്റ്, ഏതാണ് ബൈസ്റ്റാൻഡർ എന്ന്. കാരണം അവരുടെ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ പ്രകടമാണ്. അപ്പൊ അപ്പൊ നമ്മളുടെ ഈ പ്രോജക്റ്റ് ശരിക്കും മീൻ ചെയ്യുന്നത് പേഷ്യന്റിനെ ഒരു ലോങ് ടേം മാനേജ്മെന്റിൽ അവർക്ക് സാധാരണയായി അവർ ഫേസ് ചെയ്യാവുന്ന ഒരു എക്കണോമിക് ബർഡൻ കുറയുന്നു. അവർക്ക് പ്രാപ്യമായ രീതിയിലേക്ക് വരുന്ന ഒരു മെഡിക്കൽ സംവിധാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അടിവരയിട്ട് പറയാവുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള തലത്തിൽ ആ വ്യക്തിക്ക് വേണ്ടുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അവിടെ ആ ഇംപ്രൂവ്മെന്റും ആ തലത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വ്യത്യാസം പേഷ്യന്റ് തന്നെ പറയാറുണ്ട്. അവർക്ക് മറ്റുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നതിനെക്കാട്ടിലും ഹോളിസ്റ്റിക് ആയിട്ടുള്ളതും ഒരു ടോട്ടൽ ആയിട്ടുള്ളതും ഒരു ഇംപ്രൂവ്മെന്റ് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചപ്പോൾ ഉണ്ടായി എന്നുള്ളത്. പിന്നെ ഇവിടെ കേസ് ടേക്കിങ്ങിന്റെ ഒരു സമയത്ത് തന്നെ നമുക്ക് കൃത്യമായും മെഡിസിനൽ മാനേജ്മെന്റ് ആണോ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കെയർ മാത്രം മതിയോ, സ്കിൻ കെയർ ആണോ പേഷ്യന്റിന് കൂടുതൽ വേണ്ടുന്നത്, ഓറൽ കെയർ ആണോ, ചിലപ്പോൾ ബെഡ് സോഴ്സ് മാത്രം ഡ്രസ് ചെയ്യേണ്ടി വരത്തുള്ളൂ, ഇന്റേണൽ മെഡിസിൻ പേഷ്യന്റ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിന് എക്യുപ്മെന്റ്സ് ആയിരിക്കും ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു സിംറ്റം കൺട്രോൾ മാത്രമായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളെ കേസ് ടേക്കിങ്ങിൽ ഇവർക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടാവുന്നത് ഏതാണോ, ഇവരുടെ നീഡ് ഏതാണോ, അതനുസരിച്ചിട്ട് നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹോം വിസിറ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് അവിടെ മാസത്തിൽ ഒരിക്കൽ പോകേണ്ട കേസസ് ഉണ്ടാവാം, ആഴ്ചയിൽ ഒരിക്കൽ പോകേണ്ട കേസസ് ഉണ്ടാവും, ചിലപ്പോൾ ടെർമിനൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടാവാം. ഇത്രയുമാണ് എനിക്ക് ഇതിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പെട്ടെന്ന് കുറച്ച് കേസസ്, ഒരു 5 കേസ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്കുള്ള ഒരു പാർക്കിൻസൺ കേസ് ആയിരുന്നു. ഇത് വർഷങ്ങളായി യങ് ഓൺസെറ്റ് പാർക്കിൻസൺ ഡിസീസ് എന്ന ഡയഗ്നോസിസുമായി ഗൾഫിൽ നിന്നും വന്ന ഒരു പേഷ്യന്റ്. ചെറുപ്പത്തിലേ വന്നു, വർഷങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റ്, പക്ഷെ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് ഇല്ല. പിന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷെ അതൊരു സക്സസ്ഫുൾ സർജറി ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിൽ വന്നൊരു കേസാണ്. പക്ഷെ ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, നമ്മള് നെയ്ബേഴ്സ് ആണ് ഈ ഒരു കേസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തന്നത്. കാരണം എന്താണ്, അവരുടെ അയൽവക്കത്തുള്ള വീട്ടിൽ നിന്നും 24 മണിക്കൂറും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ഈ പേഷ്യന്റ് എന്നുള്ളത്. അപ്പോ ഈ വ്യക്തി 1 വർഷം കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്
ഇത് ഒരു സെറിബ്രൽ പാൾസി കേസാണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് സെക്കൻഡ് വിസിറ്റിൽ തന്നെ ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് എപ്പോഴും വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, പിന്നെ ഒരു ജനറലി ഈ ചുവരിനെ മാത്രം ഫേസ് ചെയ്ത് കിടക്കുക, പിന്നീട് യാതൊരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് അല്ല, പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എപ്പോഴും ഫേസ് ചെയ്യുക. അപ്പൊ കുട്ടിയെ എപ്പോഴും അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ഹോസ്പിറ്റലൈസ്ഡ് ആക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള രീതിയിൽ ഉണ്ടായ ഒരു കേസാണ്. ആ കേസിനെ സംബന്ധിച്ച് നമുക്ക് ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുട്ടിയെ സ്ക്രൈബ് വെച്ച് എക്സാം എഴുതാൻ, 10ാം ക്ലാസ് പരീക്ഷ എഴുതി 10ാം ക്ലാസ് പാസ്സാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു നമുക്ക് കിട്ടിയ ഒരു സന്തോഷം. പിന്നെ മൂന്നാമത്തെ കേസ് ഒരു മെന്റൽ റിട്ടാർഡേഷനും CA ക്യാൻസർ ബ്രസ്റ്റുമായിട്ടുള്ള ഒരു 32 വയസ്സുള്ള ഒരു പേഷ്യന്റ് ആണ്. ഈ കേസിന് RCCയിലേക്ക് നമുക്ക് കിട്ടിയപ്പോൾ ഒരു ലംപ് ബ്രസ്റ്റിലുണ്ട്, നിപ്പിളിൽ നിന്ന് ഊസിങ് ഉണ്ട്. പക്ഷെ RCCയിലേക്ക് വിട്ടപ്പോൾ RCCയിലെ മാഡം തന്നെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഇത് നമുക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അനസ്തീഷ്യ കൊടുക്കാൻ പറ്റില്ല, സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കേസ് തിരിച്ച് ഏറ്റെടുത്തു. ഇപ്പോഴും നമ്മളുടെ കെയറിലുണ്ട്. നമുക്ക് സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ട്. പേഷ്യന്റ് അവരുടെ വീട്ടിൽ തന്നെ അമ്മയും മകളും മാത്രം ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് അവരുടെ കെയർ സെറ്റിംഗ് അവരുടെ വീട്ടിൽ നിലനിർത്തിക്കൊണ്ട് ഹോമിയോപ്പതിക് സപ്പോർട്ടിലൂടെ പേഷ്യന്റിന് സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ക്രേനിയോ ഫാരഞ്ചിയോമ കേസ്. കുട്ടിയെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ യാതൊരു അനക്കവുമില്ല, ഒരു സൈഡ് തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഈ കുട്ടിയും പരീക്ഷ എഴുതി, SSLC പരീക്ഷ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒന്നും അറിയാതെ കിടന്ന ഒരു അവസ്ഥയിൽ നിന്നും ബോധം തിരിച്ചു വരിക, പിന്നെ അച്ഛനെയും അമ്മയും തിരിച്ചറിയുന്നില്ല, അവിടെ നിന്നും പതുക്കെ അച്ഛനെയും അമ്മേനെയും റെക്കഗ്നൈസ് ചെയ്യുക, പോയ മെമ്മറി തിരിച്ചു വരിക, പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ ഓർത്തെടുത്ത് പാടി തരുന്നു, പിന്നീട് പുതിയ പാട്ടുകൾ പാടി കേൾപ്പിക്കുന്നു. അതും കഴിഞ്ഞിട്ട് പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ളൊരു തലത്തിലേക്ക് ഈ കേസിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് സെറിബ്രൽ പാൾസി ഫസ്റ്റ് ഫോളോ അപ്പ്. സെക്കൻഡ് ഫോളോ അപ്പിൽ തന്നെ കുട്ടിയുടെ ഡിസ്ട്രെസ് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ എപ്പോഴും കുട്ടി വളരെ ചിയർഫുൾ ആയിട്ട് പിന്നെ ഇരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു. അപ്പൊ കഥയൊക്കെ കേട്ട്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും ഈ വീട്ടിൽ പോയി, കഥയൊക്കെ കേട്ട് ചിരിച്ച് അവിടെ ആ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ഒരു അമ്മൂമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി ഇരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ പാസ്സായതിന്റെ സന്തോഷമാണ് അമ്മ നമുക്ക് സ്വീറ്റ്സ് തരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ആ മെന്റൽ റിട്ടാർഡേഷൻ കേസ്. അപ്പൊ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോം സെറ്റിങ്ങിൽ ഈ കുട്ടിയെ നിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് ഇവിടെ കുട്ടിയല്ല, അതൊരു 32 വയസ്സുള്ള ഒരു യുവതിയാണ്. അപ്പൊ ഈ ഒരു പേഷ്യന്റിനെ വേറൊരു ഹോസ്പിറ്റൽ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ നമ്മളുടെ മരുന്നിന്റെ ഒരു റോള് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഇവിടെ ശരിക്കും ഹോപ്പ്, അതാണ് പാലിയേറ്റീവ് കെയറിന്റെ ഒരു മെസ്സേജ് ആയിട്ട് ഹോമിയോപ്പതിക് ഇന്റർവെൻഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു തലത്തിലും മരിക്കാൻ പോകുന്ന ഒരു പേഷ്യന്റിന് പോലും നല്ലൊരു മരണം, അതാണ് പ്രതീക്ഷ, അതാണ് പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷയാണ് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മളുടെ IPയിലും ഹോം കെയറിലും ഒക്കെ കാണുന്ന പേഷ്യൻസ് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സഫറിങ് ഇല്ലാതെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ പോകുന്നത് പോലെ മരിക്കാൻ സാധിച്ച് അത് കാണാനിടയായ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ, നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു വെളിച്ചം വരിക, മരണത്തെ മാത്രം മുന്നിൽ കാണുന്ന രോഗിക്ക് പോലും പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ ഒരു ഇന്റർവെൻഷന് ശേഷം പേഷ്യന്റ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വളരെ ബ്രോഡർ ആയിട്ടാണ്. അതായത് ഏറ്റവും എക്കണോമിക് ബേർഡൻ കുറഞ്ഞുകൊണ്ട്
തെറാപ്യൂട്ടിക് ബേർഡൻ കുറച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് രോഗിയെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായും ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മളുടെ മരുന്നുകൾ ആക്ട് ചെയ്യുന്നതിന്റെ സയന്റിഫിസിറ്റി, അവിടെ നമുക്ക് കൃത്യമായും ഒരുപാട് പേര് മറ്റുള്ള ശാഖകളിലുള്ളവർ പോലും റിസർച്ച് ചെയ്തതിന്റെ പേപ്പേഴ്സ് വർഷങ്ങൾക്ക് മുമ്പേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കാൽക്കേറിയ കാർബന് ആന്റി ക്യാൻസർ ആക്ടിവിറ്റി ഉള്ളത്? കൃത്യമായും ഏത് മെക്കാനിസമാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആന്റി ക്യാൻസർ പൊട്ടൻഷ്യൽ ഓഫ് എ പർട്ടിക്കുലർ ഡ്രഗ് ഇസ് ഹാപ്പനിങ് ഇൻ വിച്ച് വേ എന്ന ഓരോന്നും വ്യത്യസ്തമായി, ഓരോ പൊട്ടൻസിയിലുള്ള വ്യത്യാസം, ഓരോ മരുന്നിലുള്ള വ്യത്യാസം, അതെല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ വളരെ സ്കോപ്പായിട്ട് ഓരോ റിസർച്ചിൽ ആഗ്രഹമുള്ള ഓരോരുത്തർക്കും വർക്ക് ചെയ്യാമെന്ന കമ്പോണൻസ് ഇതിനകത്തുണ്ട്. ഇത് MD ആൻഡേഴ്സൺ ക്യാൻസർ ചികിത്സയിൽ മേയോ ക്ലിനിക്കിനോട് കിടപിടിക്കുന്ന ലോക നിലവാരമുള്ള MD ആൻഡേഴ്സൺ ഹോസ്പിറ്റൽ 2009 പ്രസിദ്ധീകരിച്ച ഒരു ജേർണലാണ് അവിടുത്തെ ഡോക്ടേഴ്സ്. പക്ഷെ അവരുടെ കണ്ടുപിടുത്തം ഏറ്റവും നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ആ ജേർണലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കാസിനോസിനും ഫൈറ്റോലാക്കിയും ഉള്ള അതുപോലെയുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് സ്റ്റഡി ചെയ്തപ്പോൾ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്, പാക്ലിടാക്സൻ പോലെയുള്ള ഡ്രഗ്സ് ആക്ട് ചെയ്യുന്ന രീതിയിൽ, ആ മെക്കാനിസത്തിനോട് സമാനമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ ആന്റി ക്യാൻസർ ആക്ടിവിറ്റി കാണിക്കുന്ന മരുന്നുകളാണ് ഹോമിയോപ്പതിക്ക് ഉള്ളത് എന്ന് ക്യാൻസർ സെന്ററിലെ റിസർച്ച് ടീം കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പൊ ഇത് ജേർണൽസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടയിൽ പലപ്പോഴും ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പ്രസന്റേഷനുള്ള അവസരം കിട്ടാൻ ഇടയായത് ഇങ്ങനെയുള്ള നമ്മളുടെ മരുന്നുകളിലുള്ള ആക്ഷൻ, ആന്റി ക്യാൻസർ ആക്ഷൻ ആവാം, ചിലപ്പോൾ പാർക്കിൻസൺ രോഗികളിലുള്ള ന്യൂറോണൽ സെൽസിലുള്ള ആക്ഷൻ, ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം സയന്റിഫിക് ടേംസിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായ ശാഖയും ഏറ്റവും മാനുഷികമായ തലത്തിൽ രോഗിയിലേക്കും വ്യക്തികളിലേക്കും കുടുംബത്തിലേക്കും എത്തിച്ചെല്ലാൻ പറ്റുന്നതിലൂടെ ഒരു സാമൂഹികമായ മാറ്റം പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഹ്യൂമൻ മെഡിക്കൽ സയൻസ് ആൻഡ് എ ഡിവൈൻ മെഡിക്കൽ സയൻസ്. അത് ഹോമിയോപ്പതിക്ക് ആകുമെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് പാലിയേറ്റീവ് കെയർ. ഇത്രയുമാണ് എനിക്ക് ഇതിലൂടെ ഇന്നത്തെ ഒരു സെഷനിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇനിയും അപ്പോൾ നമുക്ക് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഖുദാ ബക്ഷ് സാറിനെ പോലെയുള്ളവര്, അല്ലെങ്കിൽ കേരളത്തിലെ അമലയിൽ വർക്ക് ചെയ്ത ഡോക്ടർ കുട്ടൻ, ഇങ്ങനെയുള്ളവരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ഇനിയും വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവി, ദ ഫ്യൂച്ചർ ഇസ് ഫോർ ഹോമിയോപ്പതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യാൻ ഇനിയും അവസരങ്ങളുണ്ട് എന്ന് നമുക്ക് പ്രാക്ടീസിലൂടെ മനസ്സിലാകാൻ പറ്റും. ഇവിടെ നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലൂടെ നമുക്ക് ഒരു സയന്റിഫിക് മൈൻഡ് ഉണർത്താൻ പറ്റും. അപ്പൊ നമ്മളിലെ ക്ലിനീഷ്യനും റിസർച്ചറും ഫിസീഷ്യനും നമ്മളിലെ ഹ്യൂമൻ ആയിട്ടുള്ള ആസ്പെക്ട്, നമ്മളിലെ നന്മയും വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു തലമാണ് പാലിയേറ്റീവ് കെയർ എന്നതിൽ വർക്ക് ചെയ്യാൻ ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഒരു അവസരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ ഡോക്ടർ ബിന്ദു ജോൺ, വളരെ നല്ല അറിവുകളാണ് പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ച് ഡോക്ടർ പ്രസന്റ് ചെയ്തത്. ഞാൻ ഓരോ കേസുകൾ കേട്ട് എല്ലാ റിയാക്ഷനും ഓരോന്ന് ഇട്ട് കൈയടിച്ചും തംസപ്പ് കൊടുത്തും പിന്നെ ഓരോന്നോരോന്ന് അവസാനം എന്താണ് എല്ലാം റെസ്പോണ്ട് ചെയ്ത് തീർന്ന അവസ്ഥയാണ് ഇത് കണ്ട് ഇരുന്നപ്പോ. അപ്പൊ ഇനി നമുക്ക് മറ്റു ഡോക്ടേഴ്സിന്റെ കമന്റുകളിലേക്ക് പോകാം. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു.
ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ബിന്ദു ജോണിന് മാത്രമല്ല ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് അവസാനിച്ച് കാണിച്ച സ്ലൈഡുകളാണ്. ഇത് ആദ്യമേ കാണിക്കണം. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ രണ്ടു മൂന്ന് പേർക്ക് പറഞ്ഞ് അവർ എൻട്രി ചെയ്തു, കുറെ കഴിഞ്ഞ് അവർ പോയി. അപ്പൊ ആൾക്കാർക്ക് വേണ്ടത് ഈ ഇതാണ്, അതാണ് വേണ്ടത്. ഞാൻ ബിന്ദുവിനെ പ്രത്യേകം പറഞ്ഞ മെസ്സേജ് ഇടുന്നുണ്ട്. നമ്മുടെ പലർക്കും നല്ല പൊട്ടൻഷ്യൽ, അവർ ചെയ്യുന്നൊരു ചെറിയ എറർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പരസ്യമായിട്ട് പറയാൻ കാര്യം ഇതിനകത്തുള്ള പലരും പ്രസന്റ് ചെയ്യുന്നവരാണ്, നാളെ ചെയ്യാനുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വളരെ ഉജ്ജ്വലമായിട്ട് ബിന്ദു വേറെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ എന്താ പറയുക, ബൈസ്റ്റാൻഡർ ഏത് രോഗിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതും ഇതിന്റെ പഞ്ച് ഡയലോഗ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുഴലിടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ മരുന്ന് കഴിക്കേണ്ട ഇഷ്യൂ. പിന്നെ വേറെ കാര്യം പറയണ്ട, ഈ പാലിയേറ്റീവ് കെയർ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അവിടെയാണ് പ്രധാന പ്രശ്നം കിടക്കുന്നത്, ആന്റാഗോണിസം. എന്തുകൊണ്ടാണ്? കാരണം ഈ അൺനെസസറി ആയിട്ട് ജീവിതശൈലി രോഗം മരുന്ന് കഴിക്കുന്നുണ്ട് ഇഷ്ടം പോലെ മരുന്ന് കഴിച്ചിട്ട് ഇപ്പം ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ കേരളത്തിരിക്കുകയാണ്. അതിനൊരു തിരിച്ചു വരാൻ ആവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഈ സബ്ജക്റ്റീവ് സിംറ്റംസിന് ഒബ്ജക്റ്റീവ് സിംറ്റംസിനെ ക്യാപിറ്റലിസ്റ്റ് നമുക്കേ പറ്റുള്ളൂ. പേഷ്യന്റ് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു, മറ്റൊരു നിങ്ങളെ തോന്നലാണ് ഹേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. നമുക്ക് അങ്ങനെ മരുന്ന് കഴിക്കാൻ പറ്റും. അതുപോലെ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാണ്, പാലറ്റബിൾ ആണ്. പിന്നെ ഒരുപാട് മെഡിസിൻസ്, പല റേഞ്ച് ഓഫ് മെഡിസിൻസ് ഉണ്ട്. പിന്നെ നിങ്ങളെ പോലെ മിടുക്കരായ ആൾക്കാരും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് വളരെ വലുതാണ്. പക്ഷെ വേണ്ടത് മാൻ പവർ ആണ്. അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഈ ബിന്ദുവിലെ പ്രോഗ്രാം തന്നെ അന്ന് കാനറ ബാങ്ക് ഒരു നമ്മുടെ പാലിയേറ്റീവ് കെയർ വാഹനം കൊടുത്തു. അപ്പൊ ഈ മാനേജർ ഇത് കണ്ടിട്ട് ഞാൻ സാറേ ആ വാർഡിനകത്തോട്ട് അയ്യോ വേണ്ട, ഇത് കണ്ടപ്പോൾ എനിക്ക് മതിയായിരുന്നു. പുള്ളി ആകെ അപ്സെറ്റ് ആയിട്ട് ഇത് കണ്ടിട്ട്. അപ്പൊ ഇനി കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സിസ്റ്റം വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിക്കുകയാണെങ്കിൽ വലിയ നേട്ടമായിരിക്കും. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടറെ. ഇനി ഷാജി കുടിയാട്ട് ഡോക്ടർ, നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം. ഞാൻ ഇന്ന് ബിന്ദു ജോൺ ഡോക്ടറാണ് ഇത് അവതരിപ്പിക്കണേന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ കയറിയതാണ്. കാരണം നാളെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതോടെ അലോപ്പതി ഡോക്ടർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന ക്യാൻസറിനുള്ള സ്കാനിങ് നടത്താനായിട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അവരൊരു മീറ്റിംഗിൻ്റെ അടുത്ത് ഓരോ ഓർഗനൈസേഷനിൽ നിന്ന് 2 പേര് വെച്ച് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിന്ദു ജോൺ ഡോക്ടർ അവൈലബിൾ ആണെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. ബിന്ദു ജോൺ ഡോക്ടർക്ക് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൂടെ തന്നെയുള്ള നമ്മുടെ മോഡറേറ്റ് ചെയ്യുന്ന ഷൈല ഡോക്ടറെയും നമ്മുടെ മറിയമ്മ ജോൺ ഡോക്ടറെയും നമ്മുടെ IUPHന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബിന്ദു ജോൺ ഡോക്ടർ ഇന്ന് അവതരിപ്പിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. നാളെ അസൗകര്യമുള്ളത് കൊണ്ട് നമ്മൾ പ്രതികരിക്കുന്ന ഷൈല ഡോക്ടർക്കും മറിയാമ്മ ഡോക്ടർക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവിടെ നാളെ അവതരിപ്പിക്കുന്നതിനും അതിന് സാധിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ബിന്ദു ജോൺ ഡോക്ടർക്ക് അവരോട് പറയാനുണ്ടെങ്കിൽ ഈ ഓപ്പൺ വേദിയിൽ തന്നെ പറയണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള നിങ്ങളോട് എല്ലാവരോടും ബിന്ദു ജോൺ ഡോക്ടർ ഉൾപ്പെടെ നാളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഷൈല ഡോക്ടറും മറിയാമ്മ ഡോക്ടറും ഉൾപ്പെടെയുള്ള ഇവിടെ ശ്രവിക്കുന്ന എല്ലാവരോടും ഹോമിയോപ്പതി ക്യാൻസർ രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം അത് പ്രൂവ് ചെയ്തിരിക്കുന്നവരാണ്, പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് ലോക സമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അവസരങ്ങൾ നമുക്ക് കിട്ടില്ല. കാരണം ഈ കുത്തക ലോബികൾ അവരുടെ സ്വന്തമായിട്ട് ഇത് അടിച്ചമർത്തി അവരുടെ കഷത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷെ അത് മനുഷ്യരാശിക്ക് ദോഷകരമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ആത്മാർത്ഥമായി കണ്ടെത്തി നമ്മുടെ അറിവുകളും നമ്മുടെ പോസിബിലിറ്റീസും നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് പൊതുജനപക്ഷവും അധികാരികളുടെ പക്ഷത്തും അവതരിപ്പിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും അടിച്ചമർത്തി പല കാരണങ്ങൾ പറഞ്ഞ്, റിസർച്ചിൻ്റെ പേര് പറഞ്ഞ്, പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ സ്വയം ആർജിതരായി ജനസമക്ഷവും അധികാരികളുടെ അടുത്തും ഇത് എത്തിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കുമ്പോൾ മാത്രമേ ഈ ഹോമിയോപ്പതി കൊണ്ട് സമൂഹത്തിന്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് കിട്ടേണ്ട ആ നന്മ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ തന്നെയുള്ള ഒത്തിരി ഡോക്ടർമാർക്ക് ഇതിനുള്ളൊരു കോമ്പിറ്റൻസ് അല്ലെങ്കിൽ ഇതിന് ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. കാരണം അവരൊക്കെ ഈ അലോപ്പതി കാഴ്ചപ്പാടുകളിലൂടെ പലപ്പോഴും ക്യാൻസറിനെ കാണുമ്പോൾ
ഭീതി പരത്തുന്ന കാഴ്ചപ്പാടാണ്. പക്ഷെ ഹോമിയോപ്പതി കൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫിക്കേഷൻ, അപ്പോൾ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ഇത് മാറ്റാൻ പറ്റുന്നതെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ഇവിടെ പറയുന്നില്ല, വളരെ ആമുഖമായിട്ട് മാത്രം പറയുകയാണ്. അപ്പോൾ ബിന്ദു ജോൺ ഡോക്ടർക്ക് ഇപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ധരിക്കുകയാണ്. ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് വന്നത് ഇപ്പോൾ അറിഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ പറയണം. നമ്മുടെ ഡോക്ടർമാരെല്ലാം ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും അധികാരികളെയും പൊതുസമൂഹത്തെയും ഹോമിയോപ്പതിക്കുള്ള പോസിബിലിറ്റീസ് ബോധ്യപ്പെടുത്താനുള്ള ശുഷ്കാന്തി എന്നും കാണിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഡോക്ടറെ, ബിന്ദു ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഓൺകോളജി ഇന്റഗ്രേറ്റ് പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ. അപ്പൊ നമ്മളെ വിളിക്കുന്നില്ല, പറയാൻ ഒരിക്കലും പറ്റില്ല ഡോക്ടറെ. ജർമ്മനിയിൽ റീസെന്റ് ആയിട്ട് സ്കോട്ട്ലൻഡിലെ ബിന്ദു സ്കോട്ട്ലൻഡിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പറയൂ ബിന്ദു, ഇവരാരും അറിയിട്ടില്ല, അത് പറയൂ. എനിക്ക് ഈ 2 വർഷം ഞാൻ അതുകൊണ്ടാണ് ആ സ്ലൈഡ് ഷെയർ ചെയ്തത്. നമുക്കൊരു റിസർച്ചിന്റെ പോയിന്റിലും നമുക്കൊരു പാലിയേറ്റീവിൽ ഹോമിയോപ്പതിക്ക് കൃത്യമായും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അബ്സ്ട്രാക്ട് അയച്ചതിലൂടെ ശരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ അവസരം കിട്ടി. അതില് കഴിഞ്ഞ വർഷം ലണ്ടനിൽ നടന്ന HRI കോൺഫറൻസിൽ അവസരം കിട്ടി. അതിനകത്ത് റിസർച്ചിന്റെ പേപ്പറാണ് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തത്. അത് അവിടെ സെലക്ഷൻ ആയി. അപ്പൊ ശരിക്കും 300-400 പേരിൽ നമുക്കൊരു 22 പേരെ സെലക്ട് ചെയ്യുന്നതിനകത്ത് നമ്മളുടെ ഒരു പേപ്പർ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമ്മളുടെ ഈ ഒരു നമുക്ക് ആ ഒരു അവസരം കിട്ടുന്നത് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തത് കൊണ്ടല്ലേ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ HRI ലണ്ടനിൽ അവസരം കിട്ടി. കാനഡയിൽ ബാൻഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഇന്റഗ്രേറ്റീവ് ഓങ്കോളജി കോൺഫറൻസിൽ അവസരം കിട്ടി. പിന്നീട് ഈ വർഷം അമേരിക്കയിലെ കാലിഫോർണിയയില്, പിന്നെ സ്വിറ്റ്സർലൻഡിലെ 2 ലൗസാനിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അത് ഹോമിയോപ്പതിക് പോസിബിലിറ്റീസ് ആൻഡ് പാലിയേറ്റീവ് കെയർ, അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട കാരണം അവിടുത്തെ ഓഡിയൻസ് അലോപ്പത്സും കൂടെ, കൂടുതൽ പേരും അലോപ്പത്സ് ആണ്. അപ്പൊ അവര് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഹോമിയോപ്പതിക് മരുന്നിന്റെ ആക്ഷൻ, അതിന്റെ റിസർച്ച് സൈഡിൽ നമുക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ ഓപ്പൺ ആയിട്ട് അക്നോളജ് ചെയ്ത അവസരങ്ങളുണ്ടായി. പിന്നെ ജനീവയിൽ നടന്ന കോൺഫറൻസ്, അവിടെയും അതെല്ലാം അലോപ്പത്സ് മാത്രമുള്ള കോൺഫറൻസസ് ആയിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ ഏറ്റവും ഒടുവിൽ സ്കോട്ട്ലൻഡിൽ നടന്ന കോൺഫറൻസ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ശരിക്കും നമ്മളെ തേടിയാണ് ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ. അതിൽ കാലിഫോർണിയയിൽ നടന്ന കോൺഫറൻസിൽ MD ആൻഡേഴ്സൺ, മേയോ ഹോസ്പിറ്റൽ, അങ്ങനെ ലോക നിലവാരമുള്ള അമേരിക്കൻ ക്യാൻസർ ഹോസ്പിറ്റൽസിലെ ഏറ്റവും സീനിയർ ഡോക്ടേഴ്സിനെയാണ് അവര് ഇതിനകത്ത് വിട്ടത്. അവരുടെ അബ്സ്ട്രാക്ട്സിലൊക്കെ ആയിരുന്നു പേപ്പർ പ്രസന്റേഷൻ. അവരാണ് ഇതിനകത്ത് ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണെന്ന് കൃത്യമായും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളെ പോലുള്ള ജൂനിയേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് അതൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയത്. ഇപ്പൊ ഹോമിയോപ്പതിയെ കുറിച്ച് അറിയാൻ മറ്റ് സിസ്റ്റംസ് ശ്രമിക്കുന്നു. കാരണം അവർ പറയുന്നുണ്ട് ഇത് ഇന്റഗ്രേഷൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മരുന്ന് ആക്ട് ചെയ്യുന്ന പോലെയല്ല, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണ്, നിങ്ങളുടെ ഈ വ്യക്തിഗതമായിട്ട് ഇങ്ങനെ എത്തിച്ചെല്ലാൻ പറ്റുന്ന അത്രയും ഡീപ്പറായിട്ട് ഫൈനറായിട്ടും പ്രിസിഷൻ റെമഡി എന്ന് പറയുന്ന നിങ്ങളാണ് എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഇതാണ് കാര്യം പറഞ്ഞോട്ടെ ഡോക്ടറെ, ഇത് മറ്റ് ഡോക്ടർ പോയ രാജ്യങ്ങളിലുള്ള അവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ അലോപ്പത്സ് നമ്മള് വല്ലതും പറയാൻ സമ്മതിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇവിടുത്തെ അവസ്ഥ മാറും. ഇല്ല മാഡം, പക്ഷെ അത് മാറ്റം വരും. കാരണം ഇപ്പോൾ പലപ്പോഴും കൺവെൻഷണൽ ട്രീറ്റ്മെന്റിന്റെ ലിമിറ്റേഷൻസ് അവർക്കറിയാം. ഇപ്പൊ എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ മെച്ചമുണ്ട്. പക്ഷെ ചിലപ്പോൾ കൺവെൻഷണൽ ട്രീറ്റ്മെന്റിന് എത്തിപ്പെടാൻ പറ്റാത്ത സെല്ലുലാർ ലെവലിലേക്ക് അല്ലെങ്കിൽ എനർജി ലെവലിലേക്ക് എത്തപ്പെടാൻ ഹോമിയോപ്പതിക്ക് പറ്റുമെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് പഴയതിനെക്കാട്ടിലും. ഇനിയും അപ്പൊ കൂടുതൽ അംഗീകാരങ്ങൾ വരും. നമുക്ക് അല്ലാത്ത ഒരു പക്ഷം ഉണ്ടെങ്കിൽ പോലും ഈക്വലി നമ്മളെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പും വളർന്നു വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് അമേരിക്കയിലൊന്നും ഹോമിയോപ്പതിനെ ഇത്രയും ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല.
അവിടെ ഒന്നും ഒരു ഹോമിയോ മരുന്ന് പോലും കിട്ടാൻ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ എളുപ്പവുമല്ലായിരുന്നു. ആ ഇടത്താണ് ഇവിടെ ക്യാൻസറിന്റെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഹോമിയോപ്പതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഇവിടുത്തെ കേരളത്തിലും ഇതുപോലെ എന്താണ് നമ്മളെ ഈ ആയുഷ് സിസ്റ്റത്തിനെയും വളരെ താല്പര്യത്തോടെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടറെ, ഇതിനു വേണ്ടിയാണ് ഈ സെഷൻ വെച്ചത്. ഇനിയിപ്പോ 4-ാം തീയതി വേറെ സെഷൻ വരുന്നുണ്ട്. അതായത് വേൾഡ് ക്യാൻസർ ഡേ ആണ് അന്ന്. ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ, ഇസ്മായിൽ സൈഡ് സാറ്, ഡോക്ടർ സജിമോൻ ഇവരെ വെച്ചുകൊണ്ട് ഡിസ്കഷൻ വെക്കുന്നുണ്ട്. ഇത് മലയാള മനോരമയുടെ ചാനലിലൊരു മെയിൻ ആളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പൊ ചാനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് തന്നെയാണ്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ബിന്ദു എന്തുകൊണ്ട് പറയാൻ കഴിച്ചാൽ ബിന്ദുവിന്റെ ട്രീറ്റ്മെന്റ് പെർഫെക്റ്റ് ആണ്. ഈ പറഞ്ഞ ഹനുമാൻ മെത്തേഡിലൂടെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കോൺഫിഡന്റ് പോകാനും പറ്റും. എല്ലാവരും ആ രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അക്സെപ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മുടെ നമസ്കാരം. സമയം ഇവിടെ നിൽക്കട്ടെ. നമസ്കാരം. ഡോക്ടർ അനിൽകുമാറാണ്. എവിടെന്നെങ്കിലും ഓടി വരും. പിന്നെ ഓടി വരണമല്ലോ, ക്യാൻസർ അല്ലേ. ശരി. അതില് ഇപ്പൊ പാലിയേഷൻ മാത്രമല്ല, ക്യൂറേറ്റീവിലും ക്യാൻസർ നമ്മുടെ മെഡിസിൻ വർക്ക് ചെയ്യും. അതാണല്ലോ പറഞ്ഞത്. അതെ. അപ്പൊ അതില് നമുക്ക് മൊത്തത്തിലൊരു സ്റ്റഡി നടത്തുകയും അത് വേൾഡിന് മുമ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തും. സാർ, അതിൽ ഒരു പേപ്പർ ഒരു CA പ്രോസ്ട്രേറ്റ് കേസില്, പിന്നെ വേറൊരു കേസില് ന്യൂറോബ്ലാസ്റ്റോമ ലിവർ മെറ്റ്സ് ഉള്ള കേസിൽ ലിവർ മെറ്റ്സ് കംപ്ലീറ്റ്ലി മാറി. വേറൊരു കേസിൽ CA എൻഡോമെട്രിയത്തിൽ ലങ് മെറ്റ്സ് ഉണ്ടായിരുന്നു, ലങ് മെറ്റ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തു. പിന്നെ പ്രൈമറി ഫോക്കസ് 6 സെന്റിമീറ്റർ ആയിട്ടുള്ളത് 10 മില്ലിമീറ്റർ ആയിട്ട് കുറഞ്ഞ് ഒരു കേസ്. അപ്പൊ ഇതൊക്കെ വേറെ പ്ലാറ്റ്ഫോമിലും അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിരുന്നു. ഞാനപ്പോ ബിന്ദു മാഡം പറഞ്ഞ ഒരു ക്രേനിയോ ഫാരൻജിയോമ ഒരു കേസ് എന്റെ ഉണ്ട്. 5 കൊല്ലമായി. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിപ്പം നമ്മൾ C ചിത്രയിലെ പേഷ്യന്റ് ആണ്. പോകുമ്പോഴത്തേക്കും വരട്ടും ഇതൊക്കെ പറയും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഈ MD ആൻഡേഴ്സന്റെ പേപ്പർ പ്രസിദ്ധീകരിച്ച അതിനകത്തുണ്ടായിരുന്ന ഒരു ഡോക്ടർ എനിക്ക് ഒരു കോൺഫറൻസിൽ കാണാനില്ല. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് അലോപ്പതായിട്ട് ഇരിക്കുന്ന ആ ടീം ഹോമിയോപ്പതിയെ കുറിച്ച്. അപ്പൊ അവര് പറഞ്ഞു, ഇന്ത്യയില് ക്യാൻസർ ട്രീറ്റ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൽക്കട്ടയിലെ ഡോക്ടേഴ്സ്, ഒരു ഡൽഹിയില് അന്നത്തെ കാലത്ത് ഒരു 1990-കളില് അത് കണ്ട് അത് മനസ്സിലാക്കി അവരത് അറിയാനിടയായത് കൊണ്ടാണ് ഹോമിയോപ്പതിക് മരുന്നിൽ എന്താണ് ആക്ഷൻ എന്ന് അവർ സ്റ്റഡി ചെയ്യാൻ. അല്ല ഡോക്ടറെ, എനിക്കൊരു സജഷൻ ഉള്ളേ. നമ്മൾ കേരളത്തിലുള്ള എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ക്യാൻസർ ചെയ്യുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലേ നമുക്ക് ഒന്നിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയില് നോക്കി ഇത്രയും പോപ്പുലർ ആയിട്ട് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അന്നത്തെ കാലത്ത് 90-കളിൽ പോലും ക്യാൻസർ രോഗികൾ ഹോമിയോപ്പത്തിന്റെ അടുത്ത് വരികയും അതിന് ക്യൂർ കിട്ടുകയും വളരെ ഇംപ്രൂവ്മെന്റ് കിട്ടുകയും ചെയ്ത കേസസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അവർ ഇത് സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചത്. അതെ, ആ സ്റ്റഡിയിൽ നമ്മൾ മുമ്പത്തി വരുമല്ലോ. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ടീമായി കഴിയും. ഇപ്പം സജിമോൻ ഡോക്ടറുണ്ട്, ഇസ്മയിൽ സേഠ് സാറുണ്ട്, ഞാനുണ്ട്, നമുക്ക് മൈസൂരിനെ പഠിക്കുന്ന ഡോക്ടറുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ടീമായിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ ലോകത്തിൽ അറിയും. അനിൽകുമാർ ഡോക്ടറെ, ക്യാൻസർ ഡേ അന്ന് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ട്. നമുക്ക് കൂടുതൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. തീർച്ചയായും ചെയ്യും. ഇപ്പൊ നാളെ നമ്മൾ പോയി ചർച്ച ചെയ്യണം. സമയത്ത് എത്തണം. താമസിച്ചോട്ട് കാര്യമില്ല, നമ്മൾ നിർത്തി പോയും വരും. അതുകൊണ്ട് കാര്യമില്ല ഡോക്ടറെ, നേരത്തെ എത്തണം. അല്ല, നേരത്തെ എത്തും. അല്ല, ഞാൻ നേരത്തെ എത്തി. ഞാൻ ഇറങ്ങിയപ്പോ താമസിച്ചു, പേഷ്യന്റ് ആയിട്ട് താമസിച്ചു. ഓക്കെ അനിൽകുമാർ ഡോക്ടറെ, നമുക്ക് വീണ്ടും അടുത്ത ദിവസം ചർച്ച കൊണ്ടുവരാം. അപ്പൊ ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്ത ബിന്ദു ജോൺ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ മനോജിനെ ക്ഷണിക്കും. വളരെ നന്ദി ഡോക്ടർ. ഞാനതൊരു കാര്യം പറയുണ്ടായി, ചിലർക്ക് പക്ഷെ വേദന വന്നിക്കാണും. കാരണം എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നുള്ള പുറത്ത് പറയാന്നുള്ളു. അതിന് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ മരിച്ച ഒരാളാണ്, പറയാൻ പാടില്ല. എന്നിരുന്നാലും ലത്തീഫ് സാറ് ഒരു പ്രപ്പോസൽ കൊണ്ടുപോയി. ഈ അഗ്രോ ഹോമിയോപ്പതിയില് ഹോമിയോപ്പതി എങ്ങനെയാണ്, കാർഷിക സർവകലാശാലക്കാരും മെഡിസിനെ പറ്റി സാർ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എന്താ കൊടുത്ത ഉത്തരം പറഞ്ഞില്ല. അവസാനം അതെടുത്ത് കളഞ്ഞു. സാറിന് ഇത്രയും വർഷത്തെ എഫർട്ട് വെള്ളത്തിലായി. അപ്പൊ ഇവിടെ അതല്ല, ഇവിടെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ മെഡോർമ കൊടുക്കുമോ? മെഡോർമേ ഉള്ളൂ, തോതിയേ ഉള്ളൂ.
അതാണ് കാര്യം. അപ്പൊ ആ രീതിയിലേക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ഹോമിയോപ്പതി വരേണ്ടത് അത്യാവശ്യമാണ്. വളരെ നന്ദി ബിന്ദു. പരിപാടി ബിന്ദു യഥാർത്ഥത്തിൽ തിരക്കുള്ള നമ്മളെക്കാളും എത്രയോ 1000 പേരുടെ തിരക്കുള്ള വ്യക്തിയാണ്. പക്ഷേ തിരക്കിനെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, കഴിഞ്ഞ ക്രിസ്മസ് സെലിബ്രേഷന് ഈ തിരക്കിന്റെ കേക്ക് ഉണ്ടാക്കി വന്നിരിക്കുകയാണ് ബിന്ദു. ഒന്ന് ആലോചിച്ച് വേണം. ഭയങ്കര ഡെഡിക്കേറ്റഡ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തെ പൊട്ടൻഷ്യൽ ഉള്ള ഡെഡിക്കേറ്റഡ് പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് ഇത്ര വിജയം ഉണ്ടാകുന്നത്. നല്ല മനുഷ്യർക്ക് നല്ലത് ഉണ്ടാവുന്നത് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പോലെ. എന്തായാലും ഡോക്ടർ ബിന്ദുവിനും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. മനോജ് സാർ എന്നെ 25 വർഷം മുമ്പേ ഞാൻ സെക്കൻഡ് ഇയറിലെ സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ സാർ അന്ന് അനുഗ്രഹിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓർഗനോൺ, ഹോമിയോപ്പതിയില് ഓർഗനോൺ നന്നായി പഠിക്കണം, എന്നും ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ സാർ അന്ന് പറഞ്ഞ വാക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇപ്പോഴും അത് പലരോടും പറയാറുണ്ട്. ഒരുപാട് പേരോട് മിക്ക ദിവസവും പറയാറുണ്ട്. അപ്പൊ കൂടുതലും പഠിക്കാനുള്ള ഒരു സാഹചര്യം സാറിന്റെ ആ ഒരു അനുഗ്രഹത്തിൽ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും. ഓക്കെ. അപ്പൊ മനോജ് ഡോക്ടറുടെ അനുഗ്രഹം കൊണ്ട് മനോജ് ഡോക്ടർ ഇപ്പം സന്തോഷിക്കുകയായിരിക്കും. ഒരു ശിഷ്യ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി ഈ തലത്തിലെത്തിയില്ലേ. അപ്പൊ വളരെ സന്തോഷം. ബിന്ദു ജോൺ ഡോക്ടറുടെ കേക്ക് ഒരുക്കിയ ക്രിസ്മസിന് ഞാനും കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ നമ്മുടെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷനോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു സർ.